നെഞ്ചുവേദന അത് ഹാർട്ട് അറ്റാക്കാണോ ദഹനത്തിൻ്റെ ഗ്യാസിൻ്റെ പ്രശ്നമാണോ എന്ന് എങ്ങനെയാണ് അറിയുക? വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. പലപ്പോഴും നമ്മളുടെ നാട്ടിൽ ചേരയും പാമ്പും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ചേര കാണുമ്പോൾ പാമ്പിനെ പോലെ തന്നെയാണ്, പക്ഷേ നമ്മളിത് ചേരയാണെന്ന് പറഞ്ഞ് പോയിട്ട് പാമ്പിനെ പിടിച്ചാലോ? കഥ പറഞ്ഞു തരാം. എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു, ഉപ്പാക്ക് നെഞ്ചുവേദന ഉണ്ട്, പക്ഷെ ഇപ്പം ശരിയായി, ഞാൻ ആശുപത്രിക്ക് പോകണമെന്ന് ചോദിച്ചിട്ട്. പക്ഷേ ഉപ്പ മദ്യപാനം ഇല്ലാത്ത ആളാണ്, സിഗരറ്റ് വലിയുണ്ട്, വയസ്സായിട്ടുണ്ട്, കൊളസ്ട്രോൾ ഞാൻ മുമ്പ് നോക്കുമ്പോൾ കൂടുതലുണ്ടായിരുന്നു, BP-യുടെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ അവരുടെ ഫാമിലിയിൽ ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് എനിക്കൊരു റിസ്ക് എടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, വേറെ ഒന്നും നോക്കണ്ട, നീ അവിടെ ചെല്ല്, ഞാൻ അപ്പം തന്നെ ആശുപത്രിക്ക് വിളിച്ച് പറയാം എന്ന് പറഞ്ഞു. അവരവിടെ എത്തി. വണ്ടിയിലിരിക്കെ രണ്ടാമതും വേദന വന്നു, വിയർപ്പ് വന്നു. അപ്പം തന്നെ ഏതാണ്ട് പിക്ചർ ഉറപ്പായിരുന്നു. പക്ഷേ നല്ല സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റലിലായതുകൊണ്ട് അവൻ അവിടുന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ട്രെയിൻഡ് ആയതുകൊണ്ട് അത് കൊടുക്കുകയും ആശുപത്രിയിലെത്തുകയും ആവശ്യമായിട്ടുള്ള ചികിത്സ കൊടുത്ത് ഇന്നും അൽഹംദുലില്ലാ ആ രോഗി ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ നെഞ്ഞുവേദന എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കാനുള്ള ഒരു കാരണം എൻ്റെ കരിയറിൽ ഉണ്ടായിട്ടുള്ള ഇങ്ങനെ ഒരു അനുഭവമാണ്. നിങ്ങൾക്കും ഇതുപോലെയൊക്കെ സംഭവിക്കാം. നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഹാർട്ട് അറ്റാക്കിൻ്റെ ആണോ ദഹനത്തിൻ്റെ ഗ്യാസിൻ്റെതാണോ എന്നറിയാനുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് പണികളുണ്ട്. ഒന്നാമത്തത്, ഹാർട്ട് അറ്റാക്കിൻ്റെ വേദനയാണെങ്കിൽ ഇടത് സൈഡിലാണ് വരിക, നെഞ്ചിൻ്റെ ഇങ്ങനെ ഒരു ഭാഗത്താണ് വരിക. നമ്മൾ സ്റ്റെതസ്കോപ്പൊക്കെ വെക്കൂലേ, അല്ലെങ്കിൽ കൈ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ചുറ്റോറുള്ള ഭാഗത്താണ് വരിക. ഒരു പർട്ടിക്കുലർ പോയിന്റിലാക്കി തരാൻ കഴിയില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു അടി കിട്ടിയെന്ന് കരുതുക. അപ്പോൾ അടി കിട്ടിയ സ്പോട്ട്, അല്ലെങ്കിൽ ഒരു സാധനം കൊണ്ട് ഒരു കുത്ത് കിട്ടിയെന്ന് കരുതുക. ആ കുത്ത് കിട്ടിയ സ്പോട്ട് കാണിച്ചു തരാൻ പറ്റും. ഇവിടെ ഉണ്ട്, ഇവിടെ അല്ല എന്ന് പറയാൻ പറ്റും. പക്ഷേ ഹാർട്ട് അറ്റാക്ക് അങ്ങനെയല്ല. ഈ ഭാഗത്ത് ഇങ്ങനെ വട്ടത്തിലാണ്. ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഇവിടെ ഉണ്ടോ? ഇല്ല. എന്നാലും കുറച്ച് ഇവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ഒരു ചെറിയൊരു വട്ടത്തിലുള്ള സാധനം വെച്ചിട്ട് അതിൻ്റെ ചുറ്റോറ് ഇങ്ങനെ വേദന വരികയാണെങ്കിൽ എങ്ങനെ? നമ്പർ 1, അങ്ങനെയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് സംശയിക്കണം. രണ്ടാമത്തത്, ഈ വേദന കയ്യുമ്മൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. പ്രത്യേകിച്ച് കയ്യിൻ്റെ ഉൾഭാഗത്ത് അസഹ്യമായിട്ടുള്ള വേദന വരുന്നുണ്ട്. കൈയൊന്നും തട്ടൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ എന്തോ ഒരു വേദന വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് സംശയിക്കണം. മൂന്നാമത്തത്, ഈ വേദന ചിലപ്പോൾ വയറിൻ്റെ കുറച്ച് താഴ്ഭാഗത്തേക്ക് ഇറങ്ങും. അതാണ് നമ്മൾ പലപ്പോഴും ഗ്യാസാണെന്ന് കരുതി വിടുക. ഇതേപോലത്തെ വേദന ആയിരിക്കും. അത് ചിലപ്പോൾ പല്ലുവേദന ആയിട്ടും താടിൻ്റെ എല്ലുമ വേദന ആയിട്ടൊക്കെ വരും. അതും നമ്മളൊന്ന് കരുതിയിരിക്കണം. ഇതിൻ്റെ നാലാമത്തത് എനിക്ക് എപ്പോഴും പറയാനുള്ള സംഗതി എന്താ അറിയോ? ഒന്ന് വേദന വരും, അസഹ്യ വേദനയാവും, ഒന്ന് വിടും. ഇനിയിപ്പോൾ ആശുപത്രിയിലൊന്നും പോകണ്ട. ആ ഒരു സമയത്താണ് അന്ന് അവൻ വിളിച്ചത്. ഇവങ്ങനെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞപ്പോൾ, ഇപ്പോൾ ഉണ്ടായിരുന്നു, ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ, ഈ എവിടെയാണ് ഈ ഒന്ന് വന്ന് നോക്കുന്നതാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ അത് വരും, പിന്നെ വീണ്ടും പോവും. ഇനി അഞ്ചാമത്തത്, ഒന്ന് നടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വേഗം കൂടും. കുറച്ചൊന്ന് നടക്കുമ്പോഴേക്ക് കിതപ്പ് വരും, ക്ഷീണം വരും, ശരീരം തണുക്കും, വിയർക്കും. ഇങ്ങനെയൊക്കെ ആവുകയാണെങ്കിലും ഛർദ്ദിക്കാൻ വരും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഛർദ്ദി കണ്ടിട്ട് ഗ്യാസാണെന്ന് കരുതിയിട്ട് നിൽക്കണ്ട. ശരീരം തണുത്ത് വരുന്നുണ്ടെങ്കിൽ, വിയർപ്പ് വരുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ അമർത്തി എന്തോ സാധനം ഇങ്ങനെ വെച്ച പോലുള്ളൊരു വേദന, ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായില്ല, പക്ഷെ ഇപ്പോൾ വരികയാണെങ്കിൽ അത് അങ്ങനെ കരുതണം. എന്നാൽ നേരെ തിരിച്ച് ചിലപ്പോൾ ചിലർക്ക് എന്തുണ്ടാവും? നീര് കെട്ടിയിട്ട് വരും. അങ്ങനെ നീര് കെട്ടി വരികയാണെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ഒരു വേദന ഉണ്ട്. ഷർട്ടൊക്കെ ഇങ്ങനെ ഇട്ടപ്പോൾ, ആ ബനിയൻ കൈയൊക്കെ ഇട്ടപ്പോൾ ഒരു വേദന ഉണ്ടായിരുന്നു. പിന്നെ അതിപ്പോൾ ഇങ്ങനെ ആ വെയിറ്റൊക്കെ എടുത്തപ്പോൾ കൂടി. ഇപ്പോഴും ഉണ്ട്, അത് എല്ലാ സമയത്തും ഉണ്ട് എന്നുള്ളത് അവർ പറയും. ഇതിന് ചെയ്യാവുന്നൊരു സംഗതി, ഇങ്ങനത്തെ വല്ല നീർക്കെട്ടും ആണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ബാക്കൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ചെസ്റ്റ് ഒന്ന് വിടർത്താൻ പറയാം. അപ്പോൾ വേദന ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നീർക്കെട്ടാണ്. എന്നാൽ അങ്ങനെയൊന്നും ആക്കുമ്പോൾ വേദന ഇല്ല, പക്ഷേ വേദന വരുന്നുണ്ട്, പോണുണ്ട്, ഉള്ളം കൈയിലൂടെ അങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്, വിയർക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടേക്കോ അല്ലെങ്കിൽ ഇവിടേക്കോ ആയിട്ട് വേദന കാണുന്നുണ്ട്, വന്നും പോകുന്നുണ്ട്, നടക്കുമ്പോൾ കൂടുന്നുണ്ട്, കിതക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ അത് ഗൗരവമായി കാണണം. ഇനി വേറൊന്നുണ്ട്, ഗ്യാസിൻ്റെത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 2 ഏമ്പക്കം വിട്ടാൽ പ്രശ്നം തീരും. ഉരുളക്കിഴങ്ങ് കഴിച്ചു, ചക്കക്കുരു കഴിച്ചു, അപ്പോഴാണ് പ്രശ്നം കൂടുന്നത്. അല്ലെങ്കിൽ പയറ് കഴിച്ചു, കടല കഴിച്ചു, അതിന് ശേഷമാണ് കൂടുന്നത് എന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് ഗ്യാസാണെന്ന് അനുമാനിക്കാം, എന്നാൽ എന്ത് ചെയ്യരുത്? ഇത് ഗ്യാസാണെന്ന് കരുതിയിട്ട് നെഗ്ലക്റ്റ് ചെയ്യരുത്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഭക്ഷണം കഴിച്ച് കുറച്ച് താഴെ കൂടെയോ മേലെ കൂടെയോ ഏമ്പക്കം വിട്ടാൽ പ്രശ്നം തീരുമെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് ഗ്യാസിൻ്റെതാണ്. ഇതുപോലെ തന്നെ കുറച്ചൻ കഴിഞ്ഞാൽ കുറയും, പിന്നെ വരുന്നില്ലെങ്കിലും നമുക്ക് ഗ്യാസിൻ്റെതാണ് എന്ന് സംശയിക്കുക. അതുപോലെ തന്നെ ഗ്യാസിൻ്റെതിന് നടക്കെ ഓടുക ചെയ്താൽ അത് കൂടുമൊന്നുമില്ല, അങ്ങനെ കിതപ്പൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ കഴിച്ച ഭക്ഷണത്തിൻ്റെ നോക്കിയാലും അറിയാം. സ്ഥിരമായിട്ട് ഗ്യാസ് ഉള്ള ആളാണെങ്കിൽ അതറിയാം, ഗ്യാസിൻ്റെ ഗുളികകളൊക്കെ കുടിക്കുകയാണെങ്കിൽ അത് മാറുകയും ചെയ്യും.
പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേരയും പാമ്പും കടിക്കും രണ്ടും ഒരുപോലെയാണ്. പക്ഷേ ഒന്ന് കടിച്ചാൽ അത് അപകടമുള്ളതാണ്. അതുകൊണ്ട് ചേരയാണ് എന്ന് പറഞ്ഞിട്ട് പാമ്പിനെ പോയി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, 50 വയസ്സായവരിൽ അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്, കൊളസ്ട്രോൾ ഉള്ളവരിൽ, ഷുഗർ ഉള്ളവരിൽ, അമിത വണ്ണമുള്ളവരിൽ, BP ഉള്ളവരിൽ, ഫാമിലിയിൽ ഇങ്ങനത്തെ പ്രശ്നമുള്ളവരിൽ, അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗമുള്ള ആളുകളിൽ, മുൻപ് അറ്റാക്ക് വന്നിട്ടുള്ള ആളുകളിലൊക്കെ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ പേടിപ്പിച്ച് ആശുപത്രിക്ക് വരുത്തിയിട്ട് നിങ്ങളെ കൊണ്ട് മരുന്ന് കുടിപ്പിക്കണം എന്നല്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പേടിപ്പിക്കേണ്ടതിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കി തരികയും നിസ്സാരമാക്കേണ്ടതിനെ നിസ്സാരമാക്കി തള്ളുകയും ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ ഇത് കേട്ട ആരും പേടിക്കൊന്നും വേണ്ട. പക്ഷെ നിങ്ങളിത് അറിഞ്ഞിരിക്കണം. കാരണം ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയും. ഞാനൊക്കെ പഠിച്ചിട്ടുള്ള അറിവുകൾ വെച്ചിട്ട് ഒരു ജീവൻ അധികം രക്ഷപ്പെടുത്താൻ കഴിയണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇത് പരമാവധി നിങ്ങളെല്ലാവരിലേക്കും എത്തിക്കുക. സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.